എന്നത്തെയും പോലെ തന്നെ വീഡിയോ എടുക്കും, ഡിലീറ്റ് ചെയ്യും, പിന്നെ അടുത്തെടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഡിലീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ടും അതൊരു സുഖമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാനായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ചാനൽ തുടങ്ങിയത് എനിക്കങ്ങനെ സംസാരിക്കാനായിട്ടും അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും പിന്നെ എന്താ പറയുക, സംസാരം കുറയ്ക്കാമെന്ന് കരുതി ഇത് പുറത്തോട്ടുള്ള വേറൊരാളുമായിട്ടുള്ള സംസാരം കുറച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു ചാനലിലേക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം അതായത് ഞാൻ മിക്കപ്പോഴും, അതായത് എൻ്റെ ഫ്രണ്ട്സാവട്ടെ ആരായിട്ടാണേലും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരയെന്നൊക്കെ പറഞ്ഞൊരു രീതിയാണ്. കാരണം നമ്മൾ എന്താ പറയുക, വർത്തമാനം പറഞ്ഞു നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക, തുറന്ന പുസ്തകം പോലെ നമ്മളെ അതുപോലെയാണ് നമ്മുടെ ഒരു വിഷമങ്ങൾ, സന്തോഷങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ പോലെ നമ്മൾ കേൾക്കുന്ന മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ അവരുടെയും നമ്മൾ ആ ഒരു മൈൻഡിൽ തന്നെയാണ് കേൾക്കുന്നതും. അങ്ങനെ എല്ലാം കേട്ടാലും നമുക്ക് തിരിച്ച് കിട്ടുന്നൊരു എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഇതാണ്. കാരണം നമ്മളെ നന്നായിട്ട് അറിയാവുന്നവർക്കാണ് നമ്മളെ പറ്റിക്കാനും ചതിക്കാനും സാധിക്കുന്നതെന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ എത്ര കൊണ്ട് സംസാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഓരോ സിറ്റുവേഷനിലും അവരവർക്ക് അവരുടേതായിട്ടുള്ളൊരു താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പം എനിക്ക് ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഒരു നമ്മളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നമ്മളത് ആ ആളുമായിട്ട് നമ്മൾ അത്രയും ഒരു ഫ്രണ്ട്ലി ടോക്ക് നടത്തിയിട്ട് നമ്മൾ അത്രയും നമ്മളെ ഇഷ്ടമുള്ള ആളായിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയോട് സംസാരിക്കാനുള്ളൊരു ഇതെല്ലാം കാണിക്കണം. അതൊരു മര്യാദയൊന്നുമല്ല, ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതെല്ലാം കൊടുക്കണം. കാരണം നമ്മൾ ഇപ്പം ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയും ഒരാളെങ്കിൽ അവർക്ക് കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയത്തില്ല. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു സംസാരം, അതായത് നമുക്ക് ആ വ്യക്തിനെ അറിയാമായിരുന്നല്ലോ, ഇപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കാം എന്നുള്ളൊരു മനസ്സ് ദയവ് ചെയ്ത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പക്ഷേ അത് എനിക്ക് റിക്വസ്റ്റായിട്ട് പറയാമെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം എൻ്റെ ലൈഫിൽ എന്താ പറയുക, എനിക്ക് ഒത്തിരി എന്താ പറയുക ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടെങ്കിലുമൊക്കെ സൗഹൃദം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് എന്താ പറയുക, ഞാൻ അവരോട് എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കും. ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു സൗഹൃദമുണ്ടായി അവരോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരിക്കും. ആ ഒരു ഇതിൽ അവർക്ക് മറ്റൊരാൾക്ക് നല്ലത് സംഭവിക്കുമ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കും. എന്താ പറയുക, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും എനിക്കുണ്ടാകത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ടാണ്, അതല്ലെങ്കിൽ എൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന ഇതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സന്തോഷമാണ്. അപ്പം ഒരിക്കലും അയ്യോ അവർക്കത് കിട്ടിപ്പോയില്ലയോ, എനിക്കൊന്നും അത് കിട്ടിയില്ലല്ലോ അങ്ങനത്തെയൊക്കെയുള്ളൊരു അങ്ങനെ നെഗറ്റീവ് സംഭവം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൗഹൃദം അവിടെ നശിച്ചു എന്ന് വേണം പറയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താ പറയുക എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരിച്ച് അവരങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. നമ്മുടെ ഒരു മുഖം മാറിയാൽ പോലും ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, അവർക്കത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാ, ഇത്ര നേരത്തെ പോലെ അല്ലല്ലോ മുഖം എന്നൊക്കെയാണ് ഒരു ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ വന്നാൽ പോലും ഒരു വാക്കെങ്കിലും സംസാരിക്കാനുള്ളൊരു മനസ്സ് ഉറപ്പായിട്ടും കാണിക്കണം. കാരണം നമ്മൾ അത്രയും എന്താ പറയുക, ചിലർ പറയും ഡെയിലി നമ്മൾ അവരോട് സംസാരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അത് മാത്രമല്ല, സൗഹൃദം എന്നുള്ളൊരു സംഭവം ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു അറിയാൻ മേലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അല്ലാതെ എന്താ സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് ഇതാക്കാനായിട്ടുള്ളൊരു മനസ്സ് ഉറപ്പായിട്ടും എല്ലാവരും കാണിക്കണം. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ ചിലപ്പം എന്നെ ആരെങ്കിലും വിചാരിക്കുന്നതായിരിക്കും ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളൂ, ഇവൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പം അവിടെ ഒരു തുറന്നുള്ള സംസാരമില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുന്നത് ചിലപ്പം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഒരു നമ്പർ എന്താ പറയുക എൻ്റെ ഫോണിൽ നിന്ന് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എനിക്കത് എന്താ പറയുക
ഒരു ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. എല്ലാം ചെയ്തിട്ടും എന്നോടൊരു അവഗണന കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയതും ആ ഒരു ബന്ധം, ആ ഒരു സൗഹൃദം വേണ്ട എന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എന്നെ ഒരാളങ്ങനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എൻ്റെ ഒന്നും അറിയണ്ട, എന്നോടൊന്നും സംസാരിക്കണ്ട എന്നൊരാൾ വെച്ചെങ്കിൽ ഒരു തവണയെങ്കിലും അത്രയും സൗഹൃദമുള്ളതുകൊണ്ട് ഒരു തവണയെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കും. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അത്ര വിഷമമുണ്ട് എനിക്ക്. ഇപ്പം വളരെ വിരലിൽ എണ്ണാവുന്ന അത്രയും സൗഹൃദങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അതിലൊന്ന് കൊഴിഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഫീലാവുന്നൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ദൈവം തന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. അതിൽ ഞാൻ സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി ഒന്നും ഫ്രണ്ട്സിനെ എനിക്ക് തന്നിട്ടില്ലെങ്കിലും ഉള്ളത് വെച്ച് ഞാൻ സന്തോഷവതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ ഒരു കുറഞ്ഞുപോയി. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അതൊന്നോർത്ത് ഇതാവാനുള്ള സമയം എനിക്കില്ല. ഹൈയും പുറക്കായതുകൊണ്ട് സംസാരിക്കാനെങ്കിലും സമയം കിട്ടുന്നത്. അവരെണീറ്റ് കഴിഞ്ഞാൽ അവരുടെ പുറകെ എനിക്ക് പോകും. പിന്നെ ഇപ്പം ഓരോരുത്തരുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ ആഗ്രഹിച്ച ഒരാൾക്ക് എത്തിപ്പെടുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സന്തോഷിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ നമ്മളതിൽ വേദനിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ദിവസം അത് നടക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ മനുഷ്യന്മാരിപ്പം സ്വന്തം എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടം അതായത് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പം അപ്പോൾ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്ന കൂട്ടത്തിൽ ഒരാളുടെ സന്തോഷം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുക, ആ ഒരു തരത്തിലേക്ക് ഒരിക്കലും പോകരുത്. കാരണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിലൊരു തടസ്സം വന്ന് നമ്മൾ തട്ടി മാറ്റിയിട്ടല്ല പോകേണ്ടത്. നമ്മൾ വേറെ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഒന്നും നശിപ്പിച്ച് കളയുക എന്നുള്ളൊരു മൈൻഡേ ഉണ്ടാവാൻ പാടില്ല. അത് ഇപ്പോഴത്തെ ന്യൂസിലൊക്കെ കാണുന്ന കണ്ടിട്ട് ശരിക്കും തല മറിച്ചിരിക്കുകയാണ്. കാരണം എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ ആഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് വേറൊരു ജീവനെടുക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ ഇപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകണമെങ്കിൽ അതിനാരെങ്കിലും തടസ്സം നിൽക്കുകയാണെങ്കിൽ അവർ വേണ്ടാന്ന് അങ്ങനെ ഒരിക്കലും അത് അവരുടെ ആ ഒരു ഇത് മാറും, നമ്മൾ അതനുസരിച്ച് പോകും എന്ന് വേണം വിചാരിക്കാം. അല്ലാതെ ആ ഒരാളെ അങ്ങ് വേണ്ടാതെ കളഞ്ഞേക്കാം എന്നുള്ളൊരു മൈൻഡൊക്കെ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ കുളമാകും. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ വേറെ ഒരു കാര്യമാണ് കുട്ടികളെക്കുറിച്ച് പറയുന്നത്. കുട്ടികൾ ഫോൺ കണ്ട് അത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോയി കണ്ടൊരു ഇതാണ്. കുട്ടികൾ കൂടുതലും കണ്ണിന് പ്രശ്നമുള്ളവരായിട്ടും അവർക്ക് സംസാരത്തിന് ബുദ്ധിമുട്ടായിട്ടും ഒക്കെ അതിനെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് കൂടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോണിൻ്റെ യൂസ് കൂടേണ്ടി വന്നത്?